ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ISL ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. സോ ആ ഒരു അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക്. സോ ആ ഒരു ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ആദ്യം തന്നെ നമുക്ക് സുഭാശിഷ് ബോസുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് വെക്കാൻ എന്തായാലും സുഭാശിഷ് ബോസ് ഒരു മുഹമ്മൂടിയൊക്കെ ആയിട്ടാണ് ഈ അടുത്ത മത്സരം കളിക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ കളിയിൽ അത് FC ഗോവയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിൽ സന്ദേശ് ജിങ്കൻ്റെ കയ്യിൽ നിന്ന് ഒരു പരിക്കേൽക്കേണ്ടി വന്നു നമ്മുടെ സുഭാശിഷ് ബോസിന്. അദ്ദേഹത്തിൻ്റെ ഫേസിനാണ് ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അടുത്ത കളിയിൽ സുഭാശിഷ് ബോസ് ഇറങ്ങാൻ പോകുന്ന അവരുടെ ക്യാപ്റ്റൻ ഇറങ്ങാൻ പോകുന്ന ഒരു മാസ്ക് ഇട്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും പരിക്കാണ്. അവരുടെ മെയിൻ പ്ലേസിൽ ഇപ്പോൾ സുഭാശിഷ് ബോസ് അവരുടെ ക്യാപ്റ്റൻ ബട്ടർടോസിന് പരിക്ക്, ടെക്സ്റ്റുവേർഡിന് പരിക്ക്, ഇപ്പോൾ ആഷിഖുരണീനും പരിക്ക്. സോ എല്ലാവർക്കും അങ്ങ് പരിക്കോടെ പരിക്കാണ്. സോ വല്ലാത്തൊരു അവസ്ഥയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോമറോൺ തർസനോവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു താരമായിരിക്കും കോമറോൺ തർസനോവ്. കാരണം അദ്ദേഹം ഓങ്ങലം കേരള FCക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിബു വിക്കുനയുടെ കീഴിൽ, അത് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് പരിശീലകൻ കിബു വിക്കുൻ്റെ കീഴിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ കളിച്ചിട്ടുണ്ട്. സോ അതായത് ഐ ലീഗിൽ. സോ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസും വളരെ ഇതുള്ളൊരു താരമാണ് കോമറോൺ തർസനോവ്. സോ എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഇന്തോനേഷ്യ സെക്കൻഡ് ടയർ ലീഗിലേക്ക് പോയിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അവിടുത്തെ ഡിജാൻ FC എന്ന് പറയുന്നൊരു ക്ലബ്ബിലാണ് അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നല്ലൊരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കോമറോണിനെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് കോച്ച് തോമസ് ജോഷ് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, ഒരു ആയിരക്കണക്കിന് ആളുകളുടെ ഇമോഷൻസും മറ്റുള്ള സംഭവങ്ങളും എല്ലാം എന്താ പറയുക നമുക്കുള്ളിലേക്കൂടെ വരും. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ്. ഈ ഒരു ക്ലബിനെ സ്പെഷ്യലാക്കുന്ന ഈ ഒരു ഫാൻസാണെന്നും തോമസ് ജോർജ് പറയുന്നുണ്ട്. സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആദ്യത്തെ മാച്ച് നല്ല തുടക്കം. എന്തായാലും മുഹമ്മദ് അൻസ് അവർ ഏറ്റവും ഫോമിൽ നിന്ന സമയം നമ്മൾ അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഫോം ഔട്ടാണ്. സോ എങ്കിൽ പോലും അന്ന് നമ്മൾ പരാജയപ്പെടുത്തി 2-1 അവർ നല്ല ഫോം ചെയ്യുന്ന ഒരു സമയം. ഇപ്പോൾ ഒരു ഫോം ഔട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 3-0 തകർക്കാൻ സാധിച്ചു. എന്തായാലും അടുത്ത 2 മാച്ച് ജംഷഡ്പൂറാണ് അടുത്ത എതിരാളി എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടി സ്ക്വാഡ് വൈസ് അത്ര പവർഫുൾ അല്ല, ബട്ട് പോയിൻ്റ് ടേബിളിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മളെക്കാട്ടി മുകളിൽ നിൽക്കുന്ന ഒരു ടീമാണ്. സോ എന്തായാലും അവർക്കെതിരെ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം. സോ വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് അടുത്ത 3 മാച്ച് എന്ന് പറയുന്നത്. അടുത്ത 3 മാച്ചിൽ നമ്മൾ തോൽക്കാൻ പാടില്ല. തോറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങും. അടുത്ത 3 മാച്ചെങ്കിലും വിജയിച്ചിരിക്കണം. സോ എന്തായാലും വിജയിക്കുമെന്ന് വിചാരിക്കുക.